ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും 4ാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ. അപ്പോൾ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് EVS പരിസര പഠനം എന്നതിലെ 1ാമത്തെ യൂണിറ്റായ ജീവികളും ചുറ്റുപാടും എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ 1ാമത്തെ യൂണിറ്റ് ആണെന്ന്. അപ്പോൾ നമുക്കറിയാം പുതിയൊരു യൂണിറ്റ് ആണല്ലേ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉള്ളതെന്നും അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ എല്ലാ ഭാഗവും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയാണ്. അതുപോലെ തന്നെ അവസാനം വിലയിരുത്താമെന്ന ഭാഗവും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാതും മുഴുവനായി കാണാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. യൂണിറ്റ് 1, ജീവികളും ചുറ്റുപാടും. ഇവിടെ ഒരു കുട്ടിയുടെ ഡയറി അല്ലെങ്കിൽ നിരീക്ഷണ കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലുകളും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. കുളക്കരയിൽ നാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായ് പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്തേവാസികൾ. കുളത്തിൽ ചെറു കല്ലുകൾ കണ്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. അപ്പോൾ ഇത് റൈനയുടെ ഒരു നിരീക്ഷണ കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈനയുടെ നിരീക്ഷണ കുറിപ്പ് വായിച്ചല്ലോ. അപ്പോൾ നമ്മളിത് വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലെന്താണ് ആ കുട്ടിയുടെ ഒരു നിരീക്ഷണത്തിന് അവർ പോയതും അവിടെ കണ്ട കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നിരീക്ഷണ കുറിപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? അപ്പോൾ നമ്മൾ ഈ ഇത് വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ജീവികളുടെ പേര് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? മത്സ്യങ്ങൾ, തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് കുളത്തിൽ കണ്ടത്. ഇനി മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാമാണ് കണ്ടത്? കുളക്കരയിലെ നാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി, ഉറുമ്പ് എന്നിവയാണ് കണ്ടത്. എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ? ഉണ്ടല്ലേ. അപ്പോൾ ആവശ്യമുണ്ട് എന്നാണ് എഴുതുക. ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ? അതായത് ഇപ്പോൾ നമ്മൾ മീനുകളുടെ എക്സാമ്പിൾ എടുക്കുക, ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മീനുകൾക്ക് കരയിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, അവർക്കതിന് സാധ്യമല്ല. ജലജീവികൾക്ക് കരയിലെ അന്തരീക്ഷത്തിൽ ശ്വാസമെടുക്കാൻ കഴിയില്ല. കാരണം അവിടെ ശ്വാസയന്ത്രങ്ങൾ കരയിലേക്ക് അനുയോജ്യമല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതണമെന്നില്ല. നിങ്ങൾക്ക് അവർക്ക് സാധ്യമല്ല, കാരണം അവർക്ക് കരയിലെ അന്തരീക്ഷത്തിൽ ശ്വാസമെടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനും ഇത് തന്നെയാണ് ഉത്തരം. അന്തരീക്ഷത്തിൽ അവർക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേണം, പക്ഷെ നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും എഴുതിയാലും മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? എന്തെല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്? അപ്പം എന്തെല്ലാം സവിശേഷതകളാണ്? ഉത്തരം: ദേഹം നീളമുള്ളതും സ്ലിപ്പറിയുമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറുതും സുന്ദരവുമായ അവയവങ്ങൾ ജലപ്രവാഹത്തിൽ ചെറുത്തു നീങ്ങാൻ സഹായിക്കുന്നു. ബലമായ വാലുകൾ കീലുകൾ നീന്താൻ സഹായിക്കുന്നു. പിന്നെ ഗ്രില്ലുകൾ വഴി വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ എടുക്കുന്നു. അത് മത്സ്യത്തിൻ്റെ ഒക്കെ അവയവങ്ങളിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു നോക്കും. അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ മേലെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വരച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ടെക്സ്റ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. then അതിന് താഴെ ഒരു ചോദ്യമുണ്ട്: മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? അപ്പോൾ ഉത്തരം: മത്സ്യത്തിൻ്റെ ആകൃതി നീളമുള്ളതും അറ്റങ്ങളിൽ കുറുകിയതുമാണ്. ഇത് നടമ്പായ ആകൃതിയാണെന്ന് പറയുന്നു.
അപ്പോൾ ഇതാണ് മത്സ്യത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. ജലത്തിലൂടെയും സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? എങ്ങനെയാണ് സഹായിക്കുന്നത്? അതായത് ഈ നടംപാത ആകൃതി വെള്ളത്തിൽ പ്രതിരോധം കുറയ്ക്കുന്നു. അതിനാൽ മത്സ്യം എളുപ്പത്തിൽ വേഗത്തിൽ നീന്താൻ കഴിയും. ജലപ്രവാഹം മത്സ്യത്തിന് നേരെ പ്രതിരോധം സൃഷ്ടിക്കാതെ അനായാസം മുന്നോട്ട് നീങ്ങാൻ ഈ ആകൃതി സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും വലുതാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതണ്ട. നിങ്ങളിത് എല്ലാം കൂടി വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കും. അപ്പോൾ ഇവിടെ 2 വഞ്ചികളുടെ ആകൃതി കൊടുത്തിട്ടുണ്ട്. ജലത്തിൽ സഞ്ചരിക്കുന്നതിൽ ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം? ഒന്നാമത്തേതാണ്, രണ്ടാമത്തേതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? അപ്പോൾ ഇങ്ങനെയാണ്, വട്ടം വണ്ണമുള്ള വള്ളങ്ങളുടെ ആകൃതിയിലാണ് ജലത്തിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ അനുയോജ്യം. അപ്പോൾ രണ്ടാമത്തേതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അടുത്തത്, മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എഴുതുക. അവ സഞ്ചാരദിശ മാറ്റുന്നത് എങ്ങനെയാണ്? അവരുടെ വാല് ഉപയോഗിച്ചിട്ടാണ് അവർ ആ സഞ്ചാരദിശ മാറ്റുന്നത്. മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏത് ശരീരഭാഗമാണ്? അവരുടെ ആ ശരീരത്തിൻ്റെ ആകൃതിയും അതുപോലെ തന്നെ ആ വാലിൻ്റെ ചലനവും ഒക്കെയാണ് മത്സ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതമ്പലുകൾ, ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യമുണ്ടായിരുന്നു, മത്സ്യങ്ങൾ ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം. അപ്പോൾ ഏതാണ്? ചെകിളപ്പൂക്കളാണ്. അപ്പോൾ ആ ഭാഗം നന്നായി പഠിക്കേണ്ടതാണ്. ആ ബോക്സിലുള്ളത്, അതായത് ശരീരത്തിൻ്റെ ആകൃതിയും അതുപോലെ തന്നെ ചിറകുകൾ, വാൽച്ചിറക്, ചെതമ്പലുകളുടെ ക്രമീകരണവും അതിൻ്റെ ആ വഴുവഴുപ്പിലൂടെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് അവയ്ക്ക് ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ സഹായകമാകുന്നത്. അതുപോലെ തന്നെ ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ, അതായത് മീനുകൾ ശ്വസിക്കുന്നത്. മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഇനി സവിശേഷതകളിലുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മരുഭൂമിയിലാണ് വളരുന്നത്. ഈ 2 ചിത്രത്തിലുള്ള സസ്യങ്ങളുടെയും മരുഭൂമിയിലാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവയ്ക്ക് വെള്ളം കുറവ് ലഭിച്ചാൽ മതി. അപ്പോൾ മരുഭൂമിയിൽ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ 2 പ്രത്യേകതകൾ മനസ്സിലായി. ഇവ മരുഭൂമിയിലാണ്, അതുപോലെ തന്നെ വെള്ളം കുറച്ച് മതി. അതുകൊണ്ട് തന്നെ ഇവയുടെ ചെടികളുടെ കട്ടിയുള്ള ഇലകൾ കൂർത്ത മുഖമുള്ള മുളകളായിരിക്കും. വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിയുള്ള തൊലി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സവിശേഷതകളാണ് ഇതിനുള്ളത്. അതിനടുത്ത ചോദ്യമാണ്, തണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്നത്. എന്താണ് തണ്ടിൻ്റെ പ്രത്യേകത? തണ്ടുകൾ കട്ടിയുള്ളവയും ജലസംഭരണം സഹായകവുമാണ്. അതായത് തണ്ടുകൾ മൂലം അതിലൂടെ വെള്ളം സംഭരിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇലകളില്ലാത്തതിനാൽ ഭക്ഷണ സമാഗ്രഹം, അതായത് ഫോട്ടോസിന്തസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെവിടെയാണ് നടക്കുക? തണ്ടിൽ തന്നെയാണ് നടക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ തണ്ടിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി മരുഭൂമിയിലെ സസ്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 2 ചെടികളും എന്താണ്? സസ്യങ്ങൾ. മരുഭൂമിയിൽ വളരുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. മരുഭൂമിയിലെ സസ്യങ്ങൾ. മരൂരൂഹങ്ങൾ. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലും അങ്ങനെ തന്നെയാണ്. അവയുടെ തണ്ടുകൾ ഘനമുള്ളതും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകുപോലുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങി കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്നു പോലും ജലം വലിച്ചെടുക്കുന്നു. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങളാണ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നത് അവയെ പ്രാപ്തമാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? അത് മരുഭൂമിയിലായിരിക്കും ഉണ്ടാവുക. അതിന് വെള്ളം സംഭരിച്ചു വെക്കാൻ കഴിയുന്നുണ്ടാകും. അതുപോലെ തന്നെ അതിനെന്താണ്? ഒരു മെഴുകു പോലുള്ള ഒരു ആവരണം ഉണ്ടാകും. ഇതെല്ലാത്തിൽ നിന്നും വളരെയധികം വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണിത്. അതൊക്കെയാണ് അപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ മരുഭൂമിയിലുള്ള സസ്യങ്ങളെ എന്താണ് പറയുക? മരുരൂഹങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ബോക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? അനുകൂലനം, അതായത് അഡാപ്റ്റേഷൻസ്. എന്താണ് അനുകൂലനം? സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ
ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലം ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ജീവികളും മറ്റുള്ള നാടുകളിൽ ഉണ്ടാകില്ല. കാരണം ആ നാട്ടിൽ അവയ്ക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവ അവിടെ ഇല്ലാത്തത്. അപ്പം അങ്ങനെയുള്ള ഒരു അവയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളുമുള്ള ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനുകൂലനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. ദെൻ ഇവിടെ ആമ്പലും തവളയും തമ്മിലൊരു സംഭാഷണമുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ആമ്പൽ: തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ തവള പറയുകയാണ്, വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും. ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ നമ്മളിത് വായിച്ചു. അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ ചർച്ച ചെയ്തെഴുതുക. അപ്പോൾ അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻസിൻ്റെ വഴികളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, തവള, ആമ്പൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം, പൂർത്തീകരിക്കണം. അപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തവളയുടെ നോക്കാം. അനുകൂലനങ്ങൾ: തവള: വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, അതിനാൽ വെള്ളത്തിൽ നീന്താൻ എളുപ്പമാണ്. അടുത്തത്, തവളക്ക് ഇരുവശവും കണ്ണുകൾ ഉണ്ട്, ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു. ജീർണശ്വാസവും ത്വക്കുശ്വാസവും ഉള്ളതാണ്, വെള്ളത്തിനകത്തും പുറത്തും ജീവിക്കാൻ കഴിവുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ശ്വസിക്കാൻ കഴിയും, ചാടുവാനും ശക്തിയുള്ള നീളമുള്ള കാലുകൾ. അപ്പോൾ ആമ്പലിൻ്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? ആമ്പൽ: തണ്ടുകളിലെ വായു അറകൾ ആമ്പലിന് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. വൻ വിസ്താരമുള്ള ഇലകൾ വെള്ളത്തിൽ പടർന്നു കിടക്കുന്നതിനാൽ സൂര്യപ്രകാശം കൂടുതൽ സ്വീകരിക്കാൻ കഴിയും. അടുത്തത് എന്താ? വേരുകൾ വെള്ളത്തിലുള്ള മണ്ണിൽ പതുങ്ങി കിടക്കുന്നു, നന്നായി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിലെ ജീവികൾ എവിടെയെല്ലാം വസിക്കുന്നതാണ്. അപ്പോൾ ഈ 3 ചിത്രവും എന്താണ്? ഓരോ ചുറ്റുപാടിലും ജീവിക്കുന്നവയാണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ജീവികളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കുക. അതായത് കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. അപ്പോൾ ഇത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഓരോ പട്ടികയിലും ഓരോ ബോക്സിലും അതിൻ്റേതായിട്ടുള്ളത് എഴുതാനാണ്. അപ്പോൾ കരയിൽ ജീവിക്കുന്നത് ഏതൊക്കെയാണ്? ആന, പുലി, പാമ്പ്, അതുപോലെ തന്നെ പൂച്ച, കടുവ, അതൊക്കെ നമുക്കറിയാം കരയിലാണ് ജീവിക്കുന്നത്. ദെൻ വെള്ളത്തിൽ ജീവിക്കുന്നതാണ് മീൻ, നീർക്കോലി, വാൽമാക്രി, അതുപോലെ തന്നെ അതുപോലെയുള്ളതൊക്കെ വെള്ളത്തിൽ ജീവിക്കുന്നവയാണ്. ദെൻ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തവള, ആമ, ഒച്ച്, അതുപോലെ തന്നെ ഉഭയജീവികളും ഒക്കെ ഉണ്ട്, ടോട്ട്സ്, അതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ദെൻ അതിന് പൂർത്തിയാക്ക പട്ടികയിൽ വിവരണങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അതായത് നിങ്ങളുടെ EVS നോട്ട്ബുക്കിൽ എഴുതാനാണ് ഇതിൻ്റെ വിശകലനം ചെയ്തിട്ടുള്ള നിഗമനങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? എല്ലാ ജീവികൾക്കും അവയുടെ, അതായത് ആവാസ സ്ഥലങ്ങൾക്ക് അനുസരിച്ചിട്ടായിട്ടുള്ള ശരീരഘടനകളാണുള്ളത്. അതുപോലെ തന്നെ കരജീവികൾക്ക് നിലത്ത് നടക്കാൻ സാധിക്കുന്നതും അതിൻ്റെ കാലുകളുടെ ഘടനകൾ മൂലമാണ്. അതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. അടുത്തത്, മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ, എന്തെല്ലാം അനുകൂലനങ്ങൾ അവയ്ക്കുള്ളത്, എന്തെല്ലാമാണ്? അപ്പോൾ ഇവിടെ എന്താണ്? ഒട്ടകം അറിയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന മുതുകിലെ കൊഴുപ്പാണ്. അപ്പോൾ അവരുടെ മുതുക് ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടകത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, അവരുടെ മുതുകിൻ്റെ ഒരു എന്താ പറയുക, വീർപ്പ് മാതിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അവർക്ക് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നതാണ് അവിടെ ഉള്ളത്. അത് അനുകൂലനം എന്ന് പറയുന്നത് അതാണ്. ദെൻ അതിനുശേഷം പെൻഗ്വിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ത്വക്കിനിടയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അന്റാർട്ടിക്ക നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് പെൻഗ്വിൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ത്വക്കിനിടയിലെ കൊഴുപ്പ് കാരണമാണ് അവർക്ക് അവിടെ നിൽക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതും അവരുടെ അനുകൂലനമാണ്. അപ്പോൾ തന്നെ ഇവിടെ ഒട്ടകത്തിനും പെൻഗ്വിനും മറ്റ് അനുകൂലനങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒട്ടകം എന്ന് എഴുതിയിട്ട്, അതായത് ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടകം എന്താണ്? മുതുകില കൊഴുപ്പ് കുപ്പായം ഉപയോഗിച്ച് ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. അതുപോലെ തന്നെ നീണ്ട കാലുകൾ ചൂടായ മണ്ണിൽ നിന്ന് ശരീരത്തെ അകറ്റുന്നു. ജലമില്ലാത്ത ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയും. അതൊക്കെയാണ് അതിൻ്റെ വസിക്കുന്നതിൻ്റെ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ പെൻഗ്വിൻ്റെ നോക്കുകയാണെങ്കിൽ ത്വക്കിനിടയിലെ കൊഴുപ്പ് താപം നിലനിർത്തുന്നു. ദെൻ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ഫ്ലാപ്പുകൾ പോലുള്ള ചിറകുകൾ. കൂട്ടമായി കഴിയുന്നത് ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടിൻ്റെയും. ദെൻ അടുത്തതാണ് വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. എന്താണ്? വെള്ളം കുടിക്കാതെ നമുക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയും. മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്കോ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്.
കങ്കാരു എലി. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെ മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. അതായത് ഈ കങ്കാരു എലി എന്ന് പറയുന്നത് തീരെ വെള്ളം കുടിക്കാത്ത ജീവിയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുമോ, ഒരു ദിവസം പോലും വെള്ളം കുടിക്കാതെ അപ്പോൾ അങ്ങനെയും ജീവിക്കാൻ പറ്റും. അതിൻ്റെ അനുകൂലനമാണത്. അപ്പോൾ ഇവിടെ കൊക്കും മീനും തമ്മിലുള്ള സംഭാഷണമാണ്. കൊക്ക്, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. അപ്പോൾ മീൻ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ, അങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുക? ചെറുജീവികൾ, അതുപോലെ തന്നെ എന്താണ്, വിത്തുകൾ, പുഴുക്കൾ, തേനീച്ച, അതൊക്കെയാണ് അവർക്ക് വയലിൽ നിന്ന് ലഭിക്കുന്നത്. മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? എന്തെല്ലാമാണ് ലഭിക്കുക? വാസസ്ഥലം, അതായത് നിൽക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ ആഹാരമായിട്ട് എന്തൊക്കെയാണ്? ജലജീവികൾ, അതുപോലെ തന്നെ പായൽ തുടങ്ങിയവ ആഹാരമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ശ്വാസമെടുക്കാനുള്ള ജലമുള്ള അന്തരീക്ഷം, അതൊക്കെയാണ്. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം, ഹാബിറ്റേറ്റ്. അപ്പോൾ ആവാസം എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക, നന്നായി പഠിക്കണം. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാട് അതിൻ്റെ വാസസ്ഥലം എന്നതാണ് ആവാസം. അതായത് ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതുക. അപ്പോൾ ആവാസങ്ങൾ ഏതൊക്കെയാണ്? വൃക്ഷം, വയൽ, കുളം, കാട്, മരുഭൂമി, ഗുഹ, സമുദ്രം, തുരുത്ത് എന്നിവയെല്ലാം ആവാസ സ്ഥലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ ആവാസങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. ഇനി വിവിധ തരം ആവാസങ്ങളാണ്. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം? പേരുകൾ എഴുതി നോക്കൂ. ഏതെല്ലാമാണ്? ഇവിടെ നമ്മൾ ചിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട്, അതായത് കാടുണ്ട്, അതുപോലെ തന്നെ മരുഭൂമിയുണ്ട്, മലപ്രദേശമുണ്ട്, നദീതടങ്ങളുണ്ട്, തണുത്ത പ്രദേശങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വയൽ ഒരു ആവാസമാണല്ലോ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. എന്തെല്ലാമാണ് അവ? ചർച്ച ചെയ്തെഴുതുക. അതായത് ജീവനുള്ളതും ഉണ്ടാകും, ജീവനില്ലാത്തവയും ഉണ്ടാകും. അപ്പോൾ ജീവനുള്ളവ ഏതെല്ലാമാണ്? സസ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതാ? മൃഗങ്ങൾ, പക്ഷികളൊക്കെയാണ് ജീവനുള്ളത്. ജീവനില്ലാത്തത് മണ്ണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? വെള്ളം, കല്ലുകൾ എന്നിവ ജീവനില്ലാത്തതാണ്. പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ ആവാസങ്ങളുമുണ്ട്. വനം പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ്. സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനമോ, അതായത് പൂന്തോട്ടം, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസങ്ങളുമുണ്ട്, പ്രകൃതിദത്തമായ ആവാസങ്ങളും ഉണ്ടെന്ന്. പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ പ്രകൃതിദത്ത ആവാസങ്ങളാണ് കാട്, നദി, മലപ്രദേശം എന്നിവയൊക്കെ. മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ് വീടുകൾ, കൃഷിത്തോട്, കൃഷിഭൂമി, അതുപോലെ പൂന്തോട്ടം എന്നിവയൊക്കെ മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ്. ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവ ജീവനില്ലാത്ത ഘടകങ്ങൾക്ക് പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ബോക്സിലൊക്കെ ഉള്ളത് കൂടുതൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നുണ്ട്. ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുമുണ്ട്. ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്നു. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കടുവ എങ്ങനെയാണ് ജീവിക്കുന്നത്? മാനിനെ ഭക്ഷിച്ചുകൊണ്ട്, മാനിനെ വേട്ടയാടിക്കൊണ്ടാണ്. പക്ഷേ ഈ മാന് എങ്ങനെയാണ് ജീവിക്കുന്നത്? പുല്ല് തിന്നിട്ട്. അപ്പോൾ അങ്ങനെ പരസ്പരം, അതായത് ജീവികൾ തന്നെ പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം നിരീക്ഷിക്കൂ. ആരെയെല്ലാം ആശ്രയിക്കുന്നു? വരച്ച് യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതായത് ഇവിടെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഊർജ്ജവും ആവശ്യമുള്ള സസ്യങ്ങളുണ്ട്. ആ സസ്യങ്ങൾ ഭക്ഷണമായിട്ട് കുറച്ച് ജീവികൾ അത് കഴിക്കുന്നു. ആ കുറച്ച് പേരിന് എന്താണ്? വേട്ടയാടുന്നു. അതായത് തവളയെ പാമ്പ് വിഴുങ്ങുന്നു. ഇവയൊക്കെ ആയിട്ടൊരു ഭക്ഷ്യ ശൃംഖലയായിട്ടാണ് ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചെടികൾ വലിച്ചെടുത്തിട്ട് ആ ചെടികൾ ഭക്ഷിക്കുന്ന സസ്യം. ദെൻ അതിനുശേഷം ആ സസ്യത്തെ തവള കഴിക്കുന്നു. ആ തവളയിൽ നിന്നത് തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ പരുന്ത് അങ്ങനത്തെ കഴിക്കുന്നു. അതുപോലെ തന്നെ പരുന്ത് മീനുകളെ കഴിക്കുന്നു. അപ്പം അങ്ങനെ പരസ്പര ആശ്രയിച്ചിട്ടാണ് എല്ലാവരും കഴിയുന്നത്. ദെൻ ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റമാണ്. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ. വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയ വലിയ ആവാസ വ്യവസ്ഥകളാണ്. അപ്പം ചെറുതും വലുതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയാണ്. ദെൻ അതിന് ചോദ്യമുണ്ട്, ഒരു ആവാസ വ്യവസ്ഥയെ പരസ്പരം ആശ്രയിത്വം എങ്ങനെയെല്ലാമാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അതായത് അവിടെ കൊടുത്തിട്ടുണ്ട് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ. പിന്നെ എന്തൊക്കെയാണ്? ആവാസ വ്യവസ്ഥയിൽ ജീവികൾ പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് പുല്ല് കഴിക്കുന്ന പശു ആശ്രയിക്കുന്നു. ദെൻ പശുവിൽ നിന്നുള്ള പരാഗണം വഴി കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള പക്ഷികൾ കാക്കയുടെ അങ്ങനെ ആളുകൾ വരുന്നു. ദെൻ അതിനെന്താണ് പാമ്പൊക്കെ കഴിച്ചിട്ട് പാമ്പിനെ മറ്റുള്ള അതായത് പരുന്തും അങ്ങനത്തെ അവർ കഴിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഉദാഹരണം നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഇനി അടുത്തതാണ് ആവാസ വ്യവസ്ഥകളുടെ നാശം. അതായത് ഇതിനും നാശം സംഭവിക്കുമല്ലേ. അപ്പം അത് പറയാം. കുന്നിനുമുണ്ട് പറയാൻ. അപ്പോൾ ഇവിടെ ഒരു കുന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുന്നിനുമുണ്ട് പറയാൻ. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. അതായത് കുന്നുകളെ കാണാം. കുന്നു കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കുന്ന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കയറിയവരായിരിക്കും അല്ലേ. മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ ആവാസ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരുപാട് ജീവികളുടെ ആവാസ സ്ഥലമാണ് കുന്നുകൾ എന്ന് പറയുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വെക്കുന്നു. പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറക്കാനും ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്. അതായത് കുന്നുകൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ, അതായത് കാറ്റിനെ ചെറുത്തു നിർത്തുകയും അതിപ്പോൾ ചൂട് കുറക്കാനും അതുപോലെ തന്നെ വെള്ളം മറ്റുള്ള കുളങ്ങളിലേക്കും കിണറുകളിലേക്കും ഒഴുകി പോകാനും ഒക്കെ സഹായിക്കുന്നതാണ് കുന്ന്. പക്ഷേ ഇന്നത്തെ കുന്നിൻ്റെ അവസ്ഥ എന്താണ്? മനുഷ്യൻ്റേതായ സ്വാർത്ഥ ചിന്തകൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം മറന്ന് അതിനെയെല്ലാം വെട്ടി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മളിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മനുഷ്യർ എന്താണ് കാണുന്നത്? മനുഷ്യർ കാണിക്കുന്നത് അവർ തിരിച്ചറിയുന്നില്ല. ഒരുപാട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുന്നുകൾ എന്നാണ് കുന്ന് പറയുന്നത്. കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട്? എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാവുക? ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്തുക. അതായത് കുന്ന് ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? കുന്നിടിക്കൽ, കീടനാശിനികളുടെ അമിത ഉപയോഗം, അതൊക്കെ മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കെന്താ കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്നതിനെന്താ? മഴവെള്ളം സംഭരിക്കാൻ കഴിയില്ല, കിണറുകളും അരുവികളും വരണ്ടു പോകും, ചൂട് കൂടും, കാറ്റിന് നിലനിൽപ്പ് തകരും, മൃഗങ്ങളും സസ്യങ്ങളും താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറയും. അതൊക്കെയാണ് കുന്നുകൾ ഇല്ലാതായിട്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത്. then ആവാസ വ്യവസ്ഥ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണ്? കുന്നിടിക്കൽ, ബാക്കി എന്തൊക്കെയാണ്? കുന്നുകൾ വെട്ടി വീഴ്ത്തൽ, കീടനാശിനികളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക് ഉപയോഗം, വ്യവസായ മലിനീകരണം, കാടുകൾ നശിപ്പിക്കൽ എന്നിവയൊക്കെയാണ്. ദെൻ അടുത്തത് മലിനീകരണമാണ്. ഇവിടെ മണ്ണിര പറയുന്നത് ശ്രദ്ധിക്കും. മണ്ണിര പറയുന്നുണ്ട്, കർഷക മൃത്തം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ എന്തെല്ലാമാണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഭക്ഷ്യമാലിന്യങ്ങൾ, പഴയ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ചില്ലുകുപ്പികൾ, കുപ്പികൾ, പേപ്പർ എന്നിവ ഒരുപാട് നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന മാലിന്യങ്ങളാണ് അല്ലേ. നിങ്ങളുടെ സ്കൂളിലെ മാലിന്യനിർമ്മാർജ്ജനം എങ്ങനെയാണെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് സ്കൂളിൽ ടീച്ചറിൻ്റെ സഹായത്തോടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി പ്രവർത്തനമാണ്. ഓക്കെ, ചിത്രം നിരീക്ഷിക്കും. അപ്പോൾ എന്താണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് ആവാസങ്ങൾക്ക് ദോഷകരമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും അതുപോലെ തന്നെ ചെടികൾക്ക് കീടനാശിനികളായിട്ടുള്ള മരുന്നുകളും മറ്റും ഉപയോഗിക്കുന്ന കാഴ്ചയുമായിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
മണ്ണ് മലിനമാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ മണ്ണിനെ മലിനമാക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് ഇവിടെ രണ്ടും എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഒരിക്കലും മണ്ണിന് നല്ലതല്ല, അത് വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. രണ്ടെണ്ണോടെ കൊടുത്തിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ അമിതമായ കീടനാശിനി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അമിതമായ രാസവള പ്രയോഗമൊക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുക, അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ കത്തിച്ച് അതിൻ്റെ ചാരമൊക്കെ അവശിഷ്ടങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇടുക, അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നു. ഇതുപോലെ നമ്മുടെ പരിസരത്ത് മറ്റെന്തെല്ലാമാണ് മലിനമാക്കപ്പെടുന്നത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായുമലിനീകരണ സന്ദർഭങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തും. അതായത് വായു മലിനീകരണം ആ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണും. അത് കാട്ടിൽ തീ പിടിച്ചത്, അതുപോലെ തന്നെ പുക, അതായത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷനൊക്കെ കാരണം ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന പുകകളൊക്കെ നമ്മുടെ വായുമലിനീകരണ സന്ദർഭങ്ങളാണ്. വാഹനങ്ങൾ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക, അതുപോലെ ഫാക്ടറിയിൽ നിന്ന് പുക പുറപ്പെടുക, ചൂടുള്ള പുക ഉയരുന്ന സ്ഥലങ്ങൾ എന്നിവയൊക്കെ നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് നിരീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. വായുമലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാവുക? ഒരുപാട് ദോഷങ്ങൾ നമുക്ക് അനുഭവപ്പെടും. അതായത് ശ്വാസകോശ രോഗങ്ങൾ വരും, അതുപോലെ തന്നെ ആഗോളതാപനം, കാർഷിക വിള കുഴപ്പിക്കൽ, അതുപോലെ തന്നെ ആസിഡ് മഴ, അതുപോലെ തന്നെ ഓസോൺ പാളികൾക്ക് വിള്ളൽ അല്ലെങ്കിൽ അതിന് നാശങ്ങളൊക്കെ സംഭവിക്കാൻ കാരണമാകും ഈ വായുമലിനീകരണം. അപ്പോൾ എന്തുകൊണ്ടും വായുമലിനീകരണം അതായത് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടഞ്ഞു വെക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വായുമലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോ വർഷവും വായുമലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്. അപ്പം ചെറിയ കണക്കല്ല, വലിയ കണക്ക് തന്നെയാണ്. 70 ലക്ഷം പേര് ലോകത്ത് ഇത് കാരണം മരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ടും ഇതിനെല്ലാം അവബോധവും ഇതൊക്കെ നിർത്തേണ്ട കാര്യങ്ങൾ എന്തായാലും നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കും. കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡ് മഴ, ആഗോളതാപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങളാണ്. ഇനി ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ചിത്രങ്ങൾ എന്താണ്? വ്യവസായ മാലിന്യങ്ങൾ ജലത്തിൽ ഒഴുകുന്ന സാഹചര്യം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒലിക്കലും അങ്ങനെ രാസവസ്തുക്കളുടെ ഒഴുക്കുക, അതൊക്കെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ജലം മലിനമാക്കുന്ന ജീവികളെയും മനുഷ്യരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ, അതായത് വിവിധ ജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു. മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ഉണ്ടാകുന്നു. വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും മലിനീകരണം മൂലമാണ്. ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികൾ, അതായത് മീൻ അതിൻ്റെ ജീവൻ തന്നെ ഭീഷണിയാണ്. അടുത്തത് ഇവിടെ ആദിയുടെ ഡയറി കുറിപ്പ് വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കലിതുള്ളിയ പ്രകൃതി. അപ്പോൾ ദിവസം കൊടുത്തിട്ടുണ്ട്. കുന്നിൻ ചെരുവിലായിരുന്നു ഞങ്ങളുടെ വീട്. നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത്. ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ വീട്ടിൽ വെള്ളം കയറും. സന്ധ്യയായപ്പോൾ തീവ്രമായ മഴ തുടങ്ങി. വൈദ്യുതിയുമില്ല. മഴ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. അപകട മുന്നറിയിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. മഴയ്ക്ക് ശമനമില്ല. ഞങ്ങൾ ഉറക്കത്തിലായി. പുലർച്ചെയാണ് ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ കേട്ടത്. ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു. ആ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ സംഹാരശക്തിയിൽ ഞങ്ങളുടെ വീടും വിദ്യാലയവും കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായും ഇല്ലാതായി. അപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാർത്തയാണല്ലേ, കുറച്ചു കാലം മുമ്പിട്ടുണ്ടായിരുന്ന വയനാട് ഉരുൾപൊട്ടൽ. അതായത് അവിടുത്തെ കാഴ്ചകൾ ഏവരുടെയും കണ്ണ് നിറപ്പിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു കുട്ടി എഴുതിയിട്ടുള്ളൊരു ഡയറി കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ആദിയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. അപ്പോൾ നമ്മൾ വായിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറില്ല. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലല്ല, ലോകത്തിലെ എല്ലാ കോണുകളിലും ഉണ്ടാകാറുള്ളതാണ് പ്രകൃതി ദുരന്തങ്ങൾ.
നിങ്ങൾക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ്? ഉരുൾപൊട്ടൽ, ഭൂകമ്പം, കാട്ടുതീ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് ഇവയെല്ലാമാണ് നമുക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടാകുന്നു. സ്വാഭാവിക കാരണങ്ങളാലോ മനുഷ്യൻ്റെ ഇടപെടൽ വഴിയോ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു. അപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ ഇടയ്ക്ക് പ്രകൃതിയിൽ തന്നെയുള്ള ചില മാറ്റങ്ങൾ മൂലമുണ്ടാകും. പലപ്പോഴും അതുണ്ടാകുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തകൾക്ക് പിന്നാലെ അവർ നടത്തുന്ന പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രകൃതി അവസാനം കോപിക്കുന്നത് മൂലമാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. കാരണം കുന്നുകൾ ഇടിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ നിർത്തി അതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ കൊളാഷ് വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കണ്ണൂരിലും കോഴിക്കോടും റെഡ് അലേർട്ട്, അതുപോലെ തന്നെ മഴ, വയനാട്ടിൽ റെഡ് അലേർട്ട്, അതുപോലെ മഴ കനക്കും, 3 ജില്ലകളിൽ റെഡ് അലേർട്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ എന്തിനെ കുറിച്ചിട്ടാണ്? അതിതീവ്ര മഴക്കും വെള്ളപ്പൊക്കത്തിനും സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ജാഗ്രത പാലിക്കണമെന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വെള്ളപ്പൊക്കം എന്ന് ഉറപ്പിച്ച് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? എന്തെല്ലാം മുൻകരുതലുകളാണ്? ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറുക, വൈദ്യുതി ഓഫാക്കുക, കുടിവെള്ള സംരക്ഷണത്തിനായി സൂക്ഷിക്കുക, ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും എല്ലാം സൂക്ഷിക്കുക, അതൊക്കെ എടുക്കുക. ഇതൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെയുള്ള സർക്കാർ ആളുകൾ എന്താണ് പറയുന്നത് അവരൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുക. ദെൻ കൂട്ടുകാരുമായി ചർച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളെ മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട്. മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും. ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം. കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ജീവികൾ അവ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കാഴ്ച എത്ര മനോഹരം. ജീവികൾ അവയുടെ ഭക്ഷണവും വാസസ്ഥലവും കണ്ടെത്തുന്നത് ആവാസ വ്യവസ്ഥയിൽ നിന്നാണ്. ആവാസ വ്യവസ്ഥകളാണ് ജീവൻ്റെയും ജൈവവിദ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം. ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുചേരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠത്തിൽ, ജീവികളും ചുറ്റുപാടും എന്നുള്ളതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങളിത് നിർത്തിയിട്ട് കാണുകയായിരിക്കും നല്ലത്. അതായത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അതൊന്ന് ഓർമ്മിക്കുക, അത് നോട്ടിൽ എഴുതാണെങ്കിൽ നോട്ടിൽ എഴുതാം, അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു? ആദ്യം മീനിനെ കുറിച്ചിട്ടും മീനിൻ്റെ സവിശേഷതകളും ആകൃതിയും അതിനെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം എന്താണ്? സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു. മരുഭൂമിയിൽ ജീവിക്കുന്ന സസ്യങ്ങളുടെ പേരുകളും അതിനെക്കുറിച്ചിട്ടും അതിൻ്റെ കഴിവുകളെയും അത് പഠിച്ചു. അതിനുശേഷം അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഹാബിറ്റേറ്റ്, ആവാസ സ്ഥലം, ആവാസ വ്യവസ്ഥ, ആവാസം, അതിനെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം എന്താണ്? ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, ആവാസ വ്യവസ്ഥകളുടെ ഉദാഹരണങ്ങൾ, അതുപോലെ വഞ്ചികളുടെ വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപാട് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം മലിനീകരണം, ജലമലിനീകരണം, വായു മലിനീകരണം, അതിനെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പഠിച്ചു. അവസാനം പഠിച്ചതാണ് സംരക്ഷണം, ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം. നാം ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ പ്രകൃതിയെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, ചെടികൾ വളർത്തുക, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ നല്ല രീതിയിൽ അതിനെ ഒരു വാത്സല്യത്തോടെ സ്നേഹിച്ചും സംരക്ഷിച്ചും കൊണ്ടുപോയാൽ നമുക്ക് പ്രകൃതി നമ്മളെയും സ്നേഹിക്കും. അതുമൂലം പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്കിതിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് ഇതിൻ്റെ വിലയിരുത്താം എന്നൊരു ഭാഗമുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ട്, അതായത് ഈ ടെക്സ്റ്റ് ബുക്ക് ഈ പാഠത്തിൻ്റെ നോട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.